Good morning. Next chapter, linear inequalities. Linear inequalities. എന്താണ് ഒരു ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്? സോ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇക്വേഷൻസ്. A mathematical statement of an equality is called an equation. So നമുക്ക് ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഇക്വേഷൻ യൂസ് ചെയ്യും. ഈക്വൽ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈക്വൽ അല്ലെങ്കിൽ ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ പോലെ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? പറയാമെങ്കിലും ഇൻഇക്വാലിറ്റി. So inequalities are statements where two quantities are unequal. അവര് ഈക്വൽ അല്ല, two quantities അല്ലെങ്കിൽ two items unequal ആണ്, but a relation exists between them. But there is a relationship between them. Actually രണ്ട് quantities അല്ലെങ്കിൽ രണ്ട് items equal അല്ല, but എന്താണ് in between them there is an exist a relation. ആ relation കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? ഇൻഇക്വാലിറ്റി. എക്സാമ്പിൾ പറയാം ഇൻഇക്വാലിറ്റിയില്. Example inequalities. Private example. Greater than 5. Ketla? X plus 5 greater than 5. X plus 5 greater than 5. Okay. So നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ ഒരു പറഞ്ഞു കഴിഞ്ഞു. ടു ക്വാണ്ടിറ്റീസ് ആർ അൺഈക്വൽ ബട്ട് there is a relationship between them. നമ്മളൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ 19 ക്രിക്കറ്റ് ടീം. സോ ഇതിലെ പ്ലേയേഴ്സിന്റെ ഏജ് ഓഫ് പ്ലേയേഴ്സ് എത്രയായിരിക്കും വരുന്നത്? എല്ലാവരുടെയും ഏജ് ഈക്വൽ ടു 18 ആണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാവരുടെയും ഏജ് ഈക്വൽ ടു 17 ആണെന്ന് പറയാം. സോ നമുക്കുണ്ടോ ഈക്വൽ ടു എന്ന് പറയാൻ പറ്റില്ല. ടു ക്വാണ്ടിറ്റീസ് ഇവരുടെ ഏജും പ്ലേയേഴ്സിന്റെ ഏജ് 19നോട് ഈക്വൽ അല്ല, പക്ഷേ അവിടെ ഒരു റിലേഷൻ ഉണ്ട്. എന്തായിരുന്നു? എല്ലാവരുടെയും ഏജ് എന്താണ്? 19നെക്കാട്ടിലും താഴെ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് 18 ആകാം, 17 ആകാം, 16 ആകാം, 15 ആകാം. സോ ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. 19ന് താഴെയുള്ള ഏത് ഏജ് വേണമെങ്കിലും ആകാം ഇതിൽ വരുന്ന പ്ലേയേഴ്സിന്റെ ഏജ്. there is a relation, but എന്ത് പറയാൻ പറ്റില്ല? എല്ലാവരുടെയും ഏജ് 18 ആണെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരുടെയും ഏജ് 17 ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് there is a relation. എന്താണ് ആ റിലേഷൻ? എല്ലാവരുടെയും ഏജ് എന്തിലും താഴെ ആയിരിക്കും? 19ലും താഴെ ആയിരിക്കും. ദാറ്റ് മീൻസ് ലെസ് ദാൻ 19 എന്ന് പറയാം. ക്ലിയർ? Yes sir. സോ ഇനി ലക്ഷ്മി പറഞ്ഞ എക്സാമ്പിളിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക. സിമ്പിൾസ് യൂസ്ഡ് ഇൻ inequality. Symbols used in inequalities. Symbols used in inequalities. First one, greater than. Then second one, greater than or equal to. 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 Then third one, less than. Then less than or equal to. 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 Clearly in symbols used in inequalities. Yes sir. Then next types of inequalities.
Types of inequalities. Types of inequalities. Types of inequalities. Linear inequality. Linear inequality. Then quadratic inequality. Then other inequality. Okay. So, linear equation means linear equation means definition degree 1 aayittulla equality equation linear equation. Quadratic equation degree 2. So inequality case linear inequality means inequality with highest degree 1. So namukku two type of linear inequality we discuss another. One variable linear inequality, then two variable linear inequality. So ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഫൗണ്ടേഷൻ ലെവലിൽ എന്താണ് ലീനിയർ ഇൻഇക്വാലിറ്റി മാത്രമാണുള്ളത്. ഈ ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റിയോ ദാറ്റ് മീൻസ് ക്യൂബ് ഡിഗ്രി 3 or 4 ഒന്നും വരുന്ന ഇൻഇക്വാലിറ്റീസ് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. സോ നമുക്ക് വരുന്ന എന്താണ് വൺ വേരിയബിൾ ലീനിയർ ഇൻഇക്വാലിറ്റിയും ടു വേരിയബിൾ ലീനിയർ ഇൻഇക്വാലിറ്റിയുമാണ് നമ്മുടെ ഫൗണ്ടേഷൻ ലെവൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. സോ ഇൻഫാക്ട് ചാപ്റ്ററിന്റെ പേര് തന്നെ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്നാണ്. സോ ദാറ്റ് മീൻസ് ഡിഗ്രി 1 ആയിട്ടുള്ള ഇൻഇക്വാലിറ്റീസ് മാത്രം. അത് ഒരു വേരിയബിളിലുള്ള ഇൻഇക്വാലിറ്റി ഉണ്ടാകാം, രണ്ട് വേരിയബിളിലുള്ള ഇൻഇക്വാലിറ്റി ഉണ്ടാകാം. അത് രണ്ടുമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? Yes, sir. Okay. Next, one variable linear inequalities. One variable linear inequalities. Okay. Example പറയാം. 3x plus 2 greater than or equal to 15. X plus 5 less than 10, x greater than or equal to 3, x less than or equal to 0. ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരാം. One variable inequality with highest degree 1 and it contains only one variable is called linear inequality in one variable. Okay. One variable linear inequality. So, you ശ്രദ്ധിക്കാം. വൺ വേരിയബിൾ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും എക്സ് ആക്സിസ് ഇത് 0, 1, +1, 2, 3, 4, 5, -1, -2, -3, -4. ഇപ്പൊ പറയാം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഏത് ഏരിയ ആയിരിക്കും വരുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയ ആണോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ സോ ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഈ 3 ഉൾപ്പെടെ ഈ ഏരിയ ആണ് എന്ത് പറയുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ദെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഏത് സൈഡ് വരും? റൈറ്റ് സൈഡ് വരുമോ? 0 റൈറ്റ് സൈഡ് വരുമോ? ലെഫ്റ്റ് സൈഡ് വരും? ലെഫ്റ്റ് സൈഡ്. -1, -2, -3. സോ ഇതെടുത്ത് കഴിഞ്ഞാൽ ഈ ഏരിയ ആണെന്ത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. Next one, two variable linear inequality.
two variable linear inequalities. Two variable linear inequalities. The x-axis, the y-axis. So the origin angle 0. 1, 2, 3, 4, 5. Minus 1, minus 2, minus 3, minus 4, minus 5. 1, 2, 3, 4, 5. Minus 1, minus 2, minus 3, minus 4. Okay. Minus 1, minus 2, minus 3, minus 4. So, this is the first quadrant. The second quadrant. This is the third quadrant. This is the fourth quadrant. Note here. So now we have a question. On the inequality construct a question. On the graph on the area graph area plot feasible region question. Then bounded or unbounded question. So you want type of question. One question is exam but chapter one question exam. So then weightage on the question. Then this graph answer x greater than 0. This is quadrant x greater than 0. X greater than 0. This is quadrant x greater than 0. Getilla? This is x greater than first quadrant x greater than 0. So x greater than 0 in the quadrant. First quadrant, fourth quadrant. That means first quadrant x and y greater than 0. So x greater than 0 and y greater than 0 in the E quadrant. And positive value of the quadrant. That implies first quadrant alone. So x greater than 0 first quadrant and fourth quadrant. No. So first quadrant x greater than 0 and y greater than 0. Fourth quadrant x greater than 0 and y less than 0. Okay. Then x less than 0 is the quadrants. Second and third. Second and third. X less than 0 and y less than 0. Third quadrant. Random minus 1 third quadrant. Y greater than 0. Y greater than 0. Edaka quadrants varum. So y greater than 0, x plus agam, x minus agam. Y greater than 0 and x greater than 0, first quadrant. Y greater than 0 and x less than 0, second quadrant. First and second quadrant. Then y less than 0. Third and fourth. Third and fourth. So now graph protein two variable inequality graph plot quadrants x and y plus or minus or plot clear. Yes, sir. Then next one, draw a graph. Question draw a graph.
of the following inequalities. Following inequalities, and mark the feasible region, and mark the feasible region, and mark the feasible region. Mark the feasible region. Again, a question. Inequalities: x plus y less than or equal to 12, x less than or equal to 6, comma y less than or equal to 7, x comma y greater than or equal to 0. So that means then x and y greater than 0. This quadrant first quadrant. Okay. Then is inequality ഒരു ഗ്രാഫ് വരച്ചിട്ട് feasible region compute ചെയ്യണം. Feasible region compute ചെയ്യണം. Okay. So നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഗ്രാഫിൽ ഒരു ലൈൻ വരയ്ക്കണം. സോ ലൈൻ വരയ്ക്കണമെങ്കിൽ ഈ ഇൻഇക്വാലിറ്റി ഫസ്റ്റ് നമ്മൾ എന്താണ് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് x + y = 12 ആണെങ്കിൽ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ് x ഒരു കാരണവശാലും 6 കൂടാൻ പാടില്ല, y ഒരു കാരണവശാലും 7 കൂടാൻ പാടില്ല. x 5 ആണെങ്കിൽ y എത്ര കിട്ടും? x 5 ആണെങ്കിൽ y എത്ര കിട്ടും? x ന് 5 കൊടുത്താൽ 12 കിട്ടാനായിട്ട് y എത്ര വരും? 7. Then x ന് 6 കൊടുത്താൽ മാക്സിമം 6 ആണ്. y എത്ര വരും? 6. Okay, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. X-axis, Y-axis. Zero, 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. Okay. Then അതെന്താണ് 3 ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. സോ ഒരു ഇൻഇക്വാലിറ്റിയുടെ നമ്മൾ എന്താണ് ഇക്വേഷൻ ആക്കിയിട്ട് then second one എന്താണ് x less than or equal to 6. x less than, so x equal to 6 ഏതായിരിക്കും? എങ്ങനെ വരുന്നത്? x equal to 6, x equal to 6 x ആക്സിസിന് പാരലൽ ആയിട്ട് വരുമോ y ആക്സിസിന് പാരലൽ ആയിട്ട് വരുമോ? x equal to 6 എന്ന് പറഞ്ഞ ലൈൻ വരച്ചാൽ y ആക്സിസിന് പാരലൽ ആയിട്ട് അല്ലേ? So that means x equal to 6 നമ്മൾ വരച്ചു കഴിഞ്ഞാൽ x equal to 6 അല്ലേ? സോ ഇതിന്റെ ഏത് ഏരിയ ആയിരിക്കും വരുന്നത്? റൈറ്റ് സൈഡ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ആയിരിക്കും? ഇൻഇക്വാലിറ്റി മീൻസ് എന്താണ്? ലെസ് ദാൻ 6 ആണ്.
x less than or equal to 6, x equal to 6 ഈ ലൈൻ ആണ്. സോ ഇതിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഇക്വാലിറ്റിയുടെ റീജിയൻ റൈറ്റ് സൈഡ് വരുമോ ലെഫ്റ്റ് സൈഡ് വരുമോ? ലെഫ്റ്റ് സൈഡ് അല്ലെ. സോ ഈ പോർഷൻ ഓക്കെ. സോ ഈ പോർഷൻ ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് നമ്മുടെ x ഈക്വൽ ടു 6 അല്ലെങ്കിൽ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുന്ന ഏരിയ വരും ഈ ഏരിയ. അടുത്ത എന്താണുള്ളത്? ഇൻഇക്വാലിറ്റി y ലെസ് ദാൻ 7. സോ നമ്മൾ എന്ത് വരയ്ക്കാം? y ഈക്വൽ ടു 7. y ഈക്വൽ ടു 7 നമ്മൾ ഇതിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എക്സ് ആക്സിന് പാരലായിട്ട് വരുമോ, y ഈ 7 വരുമോ, ഈ 7 വരും? എക്സ് ആക്സിന് പാരലായിട്ട് അല്ലെ. സോ ഈ പർട്ടിക്കുലർ ലൈൻ ലൈൻ വരയ്ക്കാം നമുക്ക് എക്സ് ആക്സിന് പാരലായിട്ട് അല്ലെ. സോ ഇതിന്റെ കോമൺ റീജിയൻ അല്ലെങ്കിൽ സോറി ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ദാറ്റ് മീൻസ് ഈ 7 അപ്പർ ഏരിയ വരുമോ ലോവർ ഏരിയ വരുമോ? അപ്പർ ഏരിയ വരുമോ ലോവർ ഏരിയ വരുമോ? y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 ഏത് ഏരിയ വരും? പറയാം ഏത് ഏരിയ വരും? അപ്പർ ഏരിയ വരുമോ ലോവർ ഏരിയ വരുമോ? ലെസ് ദാൻ മീൻസ് ഓൾവേസ് ഇങ്ങോട്ട് വരും. ഫീസിബിൾ സോറി നമ്മുടെ ഒറിജിനലോട്ടായിരിക്കും വരുന്നത് ലെസ് ദാൻ. സോ ലോവർ ഏരിയ. സോ രണ്ട് ഇൻഇക്വാലിറ്റിയുടെ കോമൺ റീജിയൻ നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് എന്തുണ്ട്? 3 ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. സോ മൂന്നാമത്തെ ഇൻഇക്വാലിറ്റി എന്താണ്? ഇപ്പൊ നമ്മൾ ഒറ്റയടിക്കുള്ളതെല്ലാം രണ്ടും വരച്ചു. മൂന്നാമത്തെ ഇൻഇക്വാലിറ്റി എന്താണ്? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ദെൻ അതില് ഏതൊക്കെ ഏരിയ ആണ് വരുന്നത്? ഫസ്റ്റ് എന്താണ്? 5, 7 ഏത് വരും? എക്സ് ആക്സിസിൽ 5, വൈ ആക്സിസിൽ 7. 5, 7 ഏത് പോയിന്റ് വരും? ഈ പോയിന്റ്. ഓക്കെ. ദെൻ അടുത്ത എന്താണ്? എക്സ് ആക്സിസിൽ 6, വൈ ആക്സിസിലും 6 ഈ ഒരു പോയിന്റ്. ഈ രണ്ട് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യാം. സോ ഇതിന്റെ എന്താണ് പറയുന്നത്? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. സോ ഇതിന്റെ ഏത് ഏരിയ വരും? ഈ ഏരിയ വരുമോ അതോ അകത്തോട്ടുള്ള ഏരിയ വരും? അകത്തോട്ടുള്ള ഏരിയ അല്ലെ. സോ ദാറ്റ് മീൻസ് നമുക്ക് കോമൺ ഏരിയ ഏത് കിട്ടി? മൂന്നിന്റെയും കൂടെ കോമൺ ആയിട്ടുള്ള ഏരിയ ഏത് വരും? മൂന്നിന്റെയും കൂടെ കോമൺ ആയിട്ടുള്ള ഏരിയ ഈ ഏരിയ പോലും വരത്തില്ല. ഇതിന് താഴോട്ടുള്ളതും ഇതിന് ലെഫ്റ്റ് സൈഡിലുള്ളതും ഈ ലൈനിന് താഴെ ഉള്ളതും ഈ പറയുന്ന എക്സ് പ്ലസ് ഇത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12. നമുക്ക് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു 12 വേണ്ടി ഇതിന്റെ ലെഫ്റ്റ് ഇത് വൈ ഈക്വൽ ടു 7 എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. നമുക്ക് ആക്ച്വൽ ഇൻഇക്വാലിറ്റീസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ഇത് എക്സ് ഈക്വൽ ടു 6. ആക്ച്വൽ ഇൻഇക്വാലിറ്റീസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. സോ ദെയർഫോർ നമ്മുടെ മൂന്നിന്റെയും കൂടെ കോമൺ റീജിയൻ ഏത് വരും? ഇതല്ലേ? ക്ലിയർ അല്ലേ? മൂന്നിന്റെയും കൂടെ കോമൺ റീജിയൻ വരുന്ന ഇതാണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ വരച്ചത്? ഗ്രാഫ് വർക്ക് പ്ലോട്ട് ചെയ്തത്. സോ ഇനി നമ്മുടെ ഫീസിബിൾ റീജിയൻ ഏതാണ്? ഫീസിബിൾ റീജിയൻ ഈ പറഞ്ഞ മൂന്നിന്റെയും കൂടെ കോമൺ ആയിട്ട് വരുന്ന നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എ ബി സി ഡി ഇ എന്ന് കൊടുത്താൽ എന്താണ് ഫീസിബിൾ റീജിയൻ? എ ബി സി ഡി ഇ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ മൂന്നിനും കോമൺ ആയിട്ട് വരുന്ന റീജിയനെയാണ് എന്ന് പറയുന്നത് ഫീസിബിൾ റീജിയൻ. ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഫീസിബിൾ റീജിയൻ, ഫീസിബിൾ റീജിയൻ, feasible region. Common region
of all given inequalities, all given inequalities of all given inequalities is called feasible region. Feasible region. Okay. Common region. No. മൂന്ന് ഇന്നിക്വാളിറ്റിയുടെയും എക്സിന്റെ എക്സ് ഈക്വൽ ടു 6 അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഈക്വൽ 6ന്റെ ലെഫ്റ്റ് സൈഡ് വന്നു, ഈ ഏരിയ വന്നു, വൈ ലെസ് ദാൻ ഈക്വൽ 7 ഈ ഏരിയ വന്നു. കണ്ടോ, ഈ ഏരിയ പോലും എന്തിനകത്ത് വരത്തില്ല, കോമൺ റീജിയനകത്ത്. ഈ ഏരിയ പോലും കോമൺ റീജിയനകത്ത് വരത്തില്ല. ബിക്കോസ് നമുക്ക് എത്ര 3 ഇന്നിക്വാളിറ്റി ആണ് തന്നിരിക്കുന്നത്. 3 ഇന്നിക്വാളിറ്റീസിന്റെ കോമൺ ആയിട്ട് വരുന്ന ഏരിയ ആണ് എന്ന് പറയുന്നത് ഫീസിബിൾ റീജിയൻ. സോ ദാറ്റ് മീൻസ് നമുക്ക് ഏത് ഏരിയ ആയിരിക്കും ഫീസിബിൾ റീജിയൻ ആയിട്ട് പറയാം? ഈ ഏരിയ, ഈ ഷെയ്ഡഡ് പോർഷൻ വിൽ ബി ദ ഫീസിബിൾ റീജിയൻ. നമുക്കിവിടെ 3, 4 ഉണ്ടെങ്കിൽ 4 അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ഗിവൺ ഇന്നിക്വാളിറ്റീസ്, തന്നിരിക്കുന്ന എല്ലാ ഇന്നിക്വാളിറ്റീസിന്റെയും കോമൺ ആയിട്ടുള്ള റീജിയനെയാണ് എന്ത് പറയുന്നത്? ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ. ക്ലിയർ ആണല്ലോ അല്ലെ ഫിഗർ? എല്ലാവർക്കും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ നമ്മൾ നോർമലി ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് 0, ഇവിടെ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട് എക്സും വൈയും ഇത്രയിൽ കൂടാൻ പാടില്ല. എക്സിന് 0 എടുത്താൽ വൈ 12 വരും, ഒരിക്കലും വൈ 7ൽ കൂടാൻ പാടില്ല. വൈ ലെസ് ദാൻ ഈക്വൽ 7. നമ്മൾ നോർമലി ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ ചെയ്യുന്നത് എക്സ് ഒരെണ്ണത്തിന് 0 കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് കൺസ്ട്രെയിന്റ് മാത്രം ഉള്ളെങ്കിൽ എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ നേരെ 0 ഇട്ട് കൊടുത്ത് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 6 ആയിരിക്കണം, വൈ ലെസ് ദാൻ ഈക്വൽ വൈ. എക്സ് 6നേക്കാളും കൂടാൻ പാടില്ല, വൈ 7നേക്കാളും കൂടാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ എക്സിന് 0 കൊടുക്കും, വൈ 12 കിട്ടും, വൈ 0 കൊടുക്കും, എക്സ് 12 കിട്ടും. അങ്ങനെ ലൈൻ വരച്ച് ഒറ്റടിക്ക് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ക്ലിയർ അല്ലേ? സോ ഇതിനകത്ത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ 1-2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഫീസിബിൾ റീജിയൻ, അതേപോലെ ബൗണ്ടഡ് റീജിയൻ. ബൗണ്ടഡ് റീജിയൻ, ബൗണ്ടഡ് റീജിയൻ, ബൗണ്ടഡ് ബൗണ്ടഡ് റീജിയൻ, ബൗണ്ടഡ് റീജിയൻ. എന്തായിരിക്കും ബൗണ്ടഡ് റീജിയൻ? അറിയാമോ? A region is said to be bounded. Is said to be bounded. A region is said to be bounded if it can be totally included. It can be totally included within a very large circle. Within a very large circle. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ഇന്നിക്വാലിറ്റീസിന് എല്ലാം കൂടെ കോമൺ റീജിയൻ ഉണ്ടെങ്കിലാണ് എന്ത് പറയുന്നത്? ഫീസിബിൾ ആണ്. ദെൻ ആ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? നമ്മളൊരു വലിയ ഒരു കോൺസെപ്റ്റ് ആണത്. ഒരു വലിയൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിനകത്ത് കിടക്കും ആ കോമൺ റീജിയൻ അല്ലെങ്കിൽ ആ ഫീസിബിൾ റീജിയൻ എങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ബൗണ്ടഡ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇത് ബൗണ്ടഡ് ആണോ അല്ലേ? നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി സി ഡി ഇ. ഇത് നമ്മളൊരു സർക്കിൾ വരച്ചാൽ അതിൽ കിടക്കില്ലേ? കിടക്കില്ലേ? സോ ഇത് എന്ത് പറയാം നമുക്ക്? feasible and bounded. Feasible and bounded. Feasible. നമ്മുടെ റീജിയൻ ഈസ് ഫീസിബിളും ആണ്. മൂന്ന് ഇന്നിക്വാലിറ്റിയും കൂടി ചേർന്ന ഒരു കോമൺ റീജിയൻ ഉണ്ട്. അതുകൂടാതെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, കോൺസെപ്റ്റ് ആണ് സർക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ്
എല്ലാം കൂടെ ഒരു ക്ലോസ്ഡ് നമ്മളൊരു വലിയൊരു സർക്കിൾ വരച്ചാൽ മീൻസ് ക്ലോസ്ഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഒരു വലിയ സർക്കിൾ വരച്ചാൽ അതിനകത്ത് കിടക്കുമെങ്കിൽ നോർമൽ കോമൺ റീജിയൻസ് എല്ലാം കൂടെ ഒരു സർക്കിളിനകത്ത് കിടക്കുമെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം ബൗണ്ടഡ് റീജിയൻ ഈസ് ബൗണ്ടഡ് ക്ലിയർ ആണോ സോ അപ്പം നോർമലി ക്ലാസ്സിൽ ഡൗട്ട് വരുന്നതാണ് എല്ലാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫീസിബിൾ റീജിയൻ എല്ലാം ബൗണ്ടഡ് അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരാം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം നമുക്കൊരു ജസ്റ്റ് ഇത് ഞാൻ പറയാണ് ഇപ്പൊ നമ്മളെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഓക്കെ നമ്മൾ രണ്ട് ലൈൻ വരച്ചു ഓക്കെ രണ്ട് ഇപ്പം ജസ്റ്റ് ഇത് പറയാണ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 സോ അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കാം ഏത് ഏരിയ ആയിരിക്കും ഇതിന്റെ ഫീസിബിൾ റീജിയൻ ലോവർ പോർഷൻ ആയിരിക്കും അപ്പർ പോർഷൻ ആയിരിക്കും ഗ്രേറ്റർ ദാൻ മീൻസ് ഇങ്ങോട്ട് ഒറിജിനലോട്ട് ആയിരിക്കില്ല ഓപ്പോസിറ്റ് മീൻസ് ഗ്രേറ്റർ അല്ലെ ഈ സൈഡ് ആയിരിക്കും ദെൻ വേറെ ഒരു ഇതും കൂടെ പറയാണ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഇങ്ങനെ ഒരു ലൈൻ വരും ദെൻ അതിന്റെ ഫീസിബിൾ റീജിയൻ ഏതായിരിക്കും അപ്പർ പോർഷൻ ആയിരിക്കും ലോവർ പോർഷൻ ആയിരിക്കും ഏതായിരിക്കും അപ്പർ അല്ലെ സോ ഇതിന്റെ രണ്ടിന്റെയും കോമൺ റീജിയൻ വരുന്ന ഏത് ഏരിയ ആണ് ദിസ് അല്ലെ സോ ഇതെങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കും ഇതിന് രണ്ടിനും ഫീസിബിൾ റീജിയൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫീസിബിൾ റീജിയൻ ഉണ്ട് പക്ഷെ അത് നമുക്ക് എത്ര വലിയ സർക്കിൾ വരച്ചാലും അത് കിട്ടുമോ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കാം കിട്ടുമോ സോ ഇവിടെ എന്ത് പറയാം ഈ പറഞ്ഞ ഇൻഇക്വാലിറ്റീസിന് എന്തുണ്ട് ഫീസിബിൾ റീജിയൻ ഉണ്ട് പക്ഷെ എന്തല്ല ബൗണ്ടഡ് അല്ല ഫീസിബിൾ ബട്ട് നോട്ട് ബൗണ്ടഡ് ഓക്കെ അല്ലേ ക്ലിയർ ആയോ കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ 6 എന്ന് പറഞ്ഞാൽ എന്ത് വന്നേനെ നമുക്ക് ഈ ഏരിയ കിട്ടിയാണ് അല്ലെ സോ ഇതിന്റെ ഈ ഏരിയ വരും ഈ രണ്ടാമത്തെ ലൈനിന്റെ ഈ ഏരിയ ദാറ്റ് മീൻസ് അവിടെ എന്ത് പറയാം ഫീസിബിൾ ആൻഡ് ബൗണ്ടഡ് എന്ന് പറയാം ഓക്കെ അല്ലേ സോ ഇതാണ് നമുക്ക് അറിയേണ്ടത് സോ എക്സാമിന് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ ദെൻ ഒരു റീജിയൻ തന്നിട്ട് ഫീസിബിൾ അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റീസ് തന്നിട്ട് ഫീസിബിൾ ആൻഡ് ബൗണ്ടഡ് ആണോ എന്ന് ചോദിക്കാം ഓക്കെ അല്ലേ സോ ഇത്രയാണ് ഇതിനകത്തുള്ള കോൺസെപ്റ്റ് നമുക്ക് 3 ടൈപ്പ് ഓഫ് പ്രശ്നം ഒന്നെങ്കിൽ ഇൻഇക്വാലിറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കാൻ നോർമൽ ചോദിക്കില്ല ഗ്രാഫ് തന്നിട്ട് ഒന്നെങ്കിൽ ഇൻഇക്വാലിറ്റി ഏതാണെന്നിരിക്കും അല്ലെങ്കിൽ കോമൺ റീജിയൻ ഏതാണ് ഇൻഇക്വാലിറ്റി തന്നിട്ട് ഒരു ഗ്രാഫ് പോലെ വരച്ച് തന്നിട്ട് എന്ത് കോമൺ റീജിയൻ ഉണ്ടോ കോമൺ റീജിയൻ ഉണ്ടെങ്കിൽ അത് ബൗണ്ടഡ് ആണോ എന്ന രീതിയിലുള്ള ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കാം Okay, let's look at Mr. X produces 2 products A and B. Mr. X produces 2 products A and B. And his 2 products, and his machines in operations for at most 24 hours a day. 24 hours a day. Okay. നമുക്കറിയാം ഒരു ദിവസം മാക്സിമം അല്ലെ അറ്റ്മോസ്റ്റ് that means maximum 24 hours. Product A requires 2 hours of processing in machine 1 and 6 hours of processing in machine 2. Product B requires 6 hours of processing in machine 1 and 2 hours of processing in machine 2. Mr. X earns a profit of ₹5 on each unit A and ₹2 on each unit B. How many units of each product should be produced in a day in order to achieve maximum profit? In order to achieve maximum profit.
നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഒന്ന് സോൾവ് ചെയ്യാണ്. ആദ്യം ഇൻഇക്വാളിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിനുശേഷം സോൾവ് യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. Construct inequalities and solve using graphical method. Solve using graphical method. Okay. നോക്കാം. ഇവിടെ കണ്ടു അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ സിമ്പിൾ എടുക്കോ ലെസ് ദാൻ ഈക്വൽ സിമ്പിൾ എടുക്കോ? അറ്റ്മോസ്റ്റ്. സോ ഒരു ദിവസം മാക്സിമം എത്രയാണ് വരുന്നത്? 24. നമുക്ക് അതിൽ കൂടുതൽ കിട്ടുമോ? ഇല്ല. കിട്ടുമോ? അതിൽ കുറച്ചാകാം പക്ഷെ, അല്ലെ? സോ ദാറ്റ് മീൻസ് നമുക്ക് അറ്റ്മോസ്റ്റ് എന്ന് കണ്ടാൽ എന്തെടുക്കാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അറ്റ്ലീസ്റ്റ് എന്ന് കണ്ടാൽ എന്തെടുക്കാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അത്രയെങ്കിലും വേണം, അതിലും കൂടുതലായിരിക്കും. ഇത് അറ്റ്മോസ്റ്റ്, മാക്സിമം അത്രേ ഉള്ളൂ. നോർമലി എന്താ അതിലും കുറവും ആകാം. സോ ഒന്ന് ബോക്സിൽ കൊടുത്തേക്ക. അറ്റ്മോസ്റ്റ് എന്ന് കണ്ടാൽ ഉടനെ എന്ത് സിമ്പിൾ യൂസ് ചെയ്തോണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അറ്റ്ലീസ്റ്റ് എന്ന് കണ്ടാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇനിയും എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യണം. പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സിന്റെ ബേസിസിലാണല്ലോ നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നത്. ലെറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എക്സ്, ലെറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എക്സ്, product A equal to X, product A is equal to X. Number of units of product A is equal to X. Then let number of units of product B is equal to Y. Okay. So X unit product A യും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, Y unit product B യും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും എന്താണ് മെഷീൻ 1 മെഷീൻ 2 പോകണം. നമ്മുടെ ഇവിടെ കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്താണ്? മാക്സിമം 24 മണിക്കൂറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം 24 മണിക്കൂറിലെ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രെയിന്റ് ആയിട്ട് വരുന്നത് റോ ആയിട്ട് കൊടുക്കുക. M1 M2 മെഷീൻ 1 മെഷീൻ 2. ദെൻ പ്രോഡക്റ്റ് എ പ്രോഡക്റ്റ് ബി. പ്രോഡക്റ്റ് എ എത്ര യൂണിറ്റ് ആണ്? X യൂണിറ്റ്സ് ആണ്. പ്രോഡക്റ്റ് ബി Y യൂണിറ്റ്സ് ആണ്. ഇനി ഒന്ന് ശ്രദ്ധിക്കാം. പ്രോഡക്റ്റ് എ നോക്കുക. പ്രോഡക്റ്റ് എ റിക്വയർസ് 2 hours of processing in machine 1. പ്രോഡക്റ്റ് എ ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്താണ് മെഷീൻ 1 2 hours മെഷീൻ 2 6 hours ആണ്. ദെൻ അതേപോലെ 1 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ബി റിക്വയർസ് 6 hours of processing in machine 1 and 2 hours of processing in machine 2. Okay. സോ നമുക്കുണ്ടോ അറ്റ്മോസ്റ്റ് കിട്ടാവുന്ന എത്രയാണ്? 24 hours ആണ് മെഷീൻ 1 ഇത് എത്രയാണ്? 24 hours. ഇനി നോക്കാം. ഇനിയാണ് നമ്മൾ ഇൻഇക്വാളിറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഇൻഇക്വാളിറ്റി ഉണ്ടോ? ഫസ്റ്റ് ഇത് നോക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും ഇത് റോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. കൺസ്ട്രക്ട് നമുക്ക് ഇൻഇക്വാളിറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പത്തിനാണ്. നമ്മൾ ഉണ്ടോ എത്ര യൂണിറ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? എ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എക്സ് അല്ലെ? സോ മെഷീൻ 1 2x അല്ലെ? 2x അവേഴ്സ് വേണം മെഷീൻ 1 പ്ലസ് മെഷീൻ ബിയിൽ എത്രയാണ്? 6y അവേഴ്സ്. മാക്സിമം എത്രേ പാടുള്ളൂ? 24 വരെ. ക്ലിയർ ആയോ? ദെൻ അതേപോലെ സെക്കൻഡ് സെനാരിയോ എന്ത് വരും? സെക്കൻഡ് ഇൻഇക്വാളിറ്റി എങ്ങനെ വരും? 6x plus 2y less than or equal to 24. എക്സും വൈയും എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഒരു കാരണവശാലും നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്താ 0ൽ താഴെ പോകില്ല. നമുക്ക് എന്താ പറയാം? x, y greater than or equal to 0. Correct അല്ലേ? So that means first quadrant. Okay അല്ലേ? നമുക്ക് 2 ഇൻഇക്വാളിറ്റി ആണ് വന്നിരിക്കുന്നത്. 2 ഇൻഇക്വാളിറ്റി വന്നിരിക്കുന്നു. 2 ഇൻഇക്വാളിറ്റീസ് ശ്രദ്ധിക്കുക. നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഇക്വാളിറ്റി ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻഇക്വാളിറ്റി എന്താ ഇക്വേഷൻ ആയിട്ട് എഴുതുക. എന്താണ് 2x plus 6y equal to 24. x y. എക്സിന് 0 കൊടുത്താൽ y എത്ര വരും? എക്സിന് 0 കൊടുത്താൽ y എത്ര കിട്ടും? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സിന് കൊടുക്കും y into 4 അല്ലേ 24. y equal to 4. yക്ക് 0 കൊടുത്താൽ x എത്ര വരും? 12. So അതേപോലെ സെക്കൻഡ് വൺ 6x plus 2y equal to 24. x y. എക്സിന് 0 കൊടുത്താൽ y 12 വരും. yക്ക് 0 കൊടുത്താൽ x 4 വരും. ഓക്കെ അല്ലേ? നമുക്കിനി ഇൻഇക്വാളിറ്റി ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യാം. എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം നമുക്ക് വരച്ചാൽ മതി. രണ്ടിന്റെ മാക്സിമം എത്രയാണ് വരുന്നത്? 12 ആണ് വരുന്നത് അല്ലേ? സോ ഇത് ഒറിജിൻ അല്ലെങ്കിൽ 0 എന്ന് പറയാം. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. Okay, so first നമ്മൾ ഈ ഇൻഇക്വാളിറ്റി എടുത്ത് 2x plus 6y less than or equal to 24 അല്ലെങ്കിൽ equal to 24. x 0 y 4. x 0 y 4. ഇവിടെ ഈ 4 ആണോ വരുന്നത്? x ആക്സിസിലെ 4 ആണോ y ആക്സിസിലെ 4 ആണോ വരുന്നത്? ഏത് 4 ആയിരിക്കും? x ആക്സിസിലെ 4 ആണോ y ആക്സിസിലെ 4 ആണോ? സോ ഇതായിരിക്കും വരുന്നത്. എന്താണ് 0 4 എക്സ് ആക്സിസിൽ 0 y ആക്സിസിൽ 4. ദെൻ സെക്കൻഡ് വൺ എന്താണ്? x 12 y 0. അതെവിടെ വരും? ഈ 12 വരൂ, y ആക്സിസിലെ 12 വരും. y 0 y ആക്സിസിൽ 0 x ആക്സിസിലെ 12. That means 12 0. ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇതാണ് എന്ത്? ടു എക്സ് പ്ലസ് 6y ഈക്വൽ ടു 24. സോ ഇതിന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ 24 ആണോ ഗ്രേറ്റർ ദാൻ ഈക്വൽ 24 ആണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ? സോ അതുകൊണ്ട് ഏത് ഏരിയ വരും? ഒറിജിനിലേക്കുള്ള ഏരിയ വരുമോ അതിന് മുകളിലേക്കുള്ള ഏരിയ വരുമോ? ഒറിജിനിലോട്ടുള്ള ഏരിയ അല്ലെ? സോ നമ്മുടെ ഇത്രയും ഏരിയ വരും നമ്മുടെ ഇതിന്റെ മാത്രം റീജിയൻ. ദെൻ സെക്കൻഡ് ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വേഷൻ വരാം 6x plus 2y equal to 24. സോ x 0 ആകുമ്പോൾ y എത്രയാണ്? 12. ഇത് ഒരു പോയിന്റ് ഇത് അല്ലെ? ദെൻ y 0 ആകുമ്പോൾ x 4. സോ ജോയിൻ ചെയ്ത് വരയ്ക്കാം.
Okay. So ഇതിന്റെ കോമൺ ഏരിയ എന്ത് വരും? എന്താണ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി? 6x plus 2y equal to 24. 6x plus 2y equal to 24. ഇതിന്റെ ലെസ് ദാൻ അല്ലെ? ഏത് ഏരിയ വരും? ഈ ഏരിയ വരുമോ ഈ ഏരിയ അല്ലേ? സോ രണ്ടിന്റെയും കൂടെ കോമൺ റീജിയൻ ഏത് വരും? കോമൺ റീജിയൻ സോ ഈ ഇത് നോക്കാം. നമ്മൾ ഇതിൽ നിന്ന് ടോട്ടൽ നോർമലി കറക്റ്റ് ആയിട്ട് കിട്ടും. പോയിന്റ് 3 എന്നുള്ളതാണ് പോയിന്റ്. നമ്മുടെ കോമൺ റീജിയൻ ഏതൊക്കെയാണ്? 0 0 0 4 3 3 ആൻഡ് 4 0 അല്ലേ? ക്ലിയർ അല്ലേ? Yes, sir. ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മുടെ ഇതിനകത്ത് ഏത് എക്സും വൈ, എക്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്താലും വൈ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും പ്രോഡക്റ്റ് ബി എത്ര പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു യൂണിറ്റ് Mr. X earns a profit of ₹5 on each unit of, so that means ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് എ വിറ്റാൽ എത്ര പ്രോഫിറ്റ് കിട്ടും? 5 രൂപ കിട്ടും. ദെൻ ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് ബി വിറ്റാൽ എത്ര പ്രോഫിറ്റ് കിട്ടും? 2 രൂപ കിട്ടും അല്ലെ? സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കുമല്ലോ ഒബ്ജക്റ്റീവ്. മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ ഒബ്ജക്റ്റീവ്. സോ ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ഒരു ഇക്വേഷൻ പോലെ ഇസഡ് ഈക്വൽ ടു എന്താണ്? ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് എ വിറ്റാൽ 5 രൂപ. ദാറ്റ് മീൻസ് നമ്മൾ എത്രയാണ്? എക്സ് യൂണിറ്റ് പ്രോഡക്റ്റ് എ പ്ലസ് ഒരു യൂണിറ്റ് വൈക്ക് 2, ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് വൈക്ക് 2 രൂപ പ്രോഫിറ്റ്. എത്ര യൂണിറ്റ് ആണ് നമ്മൾ? വൈ യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ലെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മുടെ കോമൺ റീജിയൻ. കോമൺ റീജിയനകത്ത് ഏതൊക്കെ പോയിന്റ് വരുന്നുണ്ട്? കോമൺ റീജിയനകത്ത് 0 0 0 4 3 3 4 0 അല്ലെ? 0 0 0 4 3 3 4 0 അല്ലെ? സോ ഇതെന്ന് പറയാൻ എന്താണ്? 0 0 മീൻസ് എക്സ് 0 വൈ 0. നമ്മുടെ എക്സ് 0 വൈ 0 ആകുമ്പോൾ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? Z equal to 5x plus 2y. X equal to 0, y equal to 0. അപ്പൊ Z എത്ര കിട്ടും? 0 അല്ലേ എത്തും? ഓക്കെ അല്ലേ? ദെൻ അടുത്ത എന്താണ്? ഇത് നോക്കി ഇതിന് എക്സും വൈയും ഉണ്ട്. ഇത് നമ്മുടെ എന്താണ്? കോമൺ റീജിയൻ ആണ്, ഫീസിബിൾ റീജിയൻ ആണ്. സോ ഈ 4 പോയിന്റ് ആണ് നമുക്ക്. അത് ഒന്നുകിൽ x 0 0 ആകാം, അല്ലെങ്കിൽ x 0 y. Then അടുത്തത് z equal to x plus, then x is equal to 0, y equal to 4. Y equal to 4. അപ്പൊ എത്ര കിട്ടും z? 5 into 0 plus 2 into 4. എത്ര കിട്ടും? 8 അല്ലേ? സോ 0 0 യേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട് x is equal to 0 and y equal to 4 ആകുമ്പോൾ. നമ്മൾ നോക്കി. Then x is equal to 3, y equal to 3. z equal to 5 into 3 plus 2 into 3. 15 plus 6 equal to 21. 15 plus 6 equal to 21. ഇനി അടുത്ത ഏത് കൂടെ നോക്കാം. x is equal to 4, y is equal to 0. x is equal to 4, y equal to 0. x equal to 4. z equal to 5 into 4 plus 2 into 0. 20. So ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏത് വാല്യൂവിനാണ്? x equal to 3, y equal to 3 ക്കാണ് അല്ലേ?
സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? മാക്സിമം പ്രോഫിറ്റ് ആണോ മിനിമം പ്രോഫിറ്റ് ആണോ? മാക്സിമം. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര പ്രോഡക്റ്റ് എ 3 യൂണിറ്റ്സും പ്രോഡക്റ്റ് ബി 3 യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാ കൺസ്ട്രെയിന്റും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ്. അതെന്തിൽ നമ്മൾ കണ്ടുപിടിച്ചു? ഗ്രാഫിൽ. ഓക്കെ, ക്ലിയർ ആണത്? Yes, sir. നോട്ട് ചെയ്യാം. ക്ലിയർ ആണ് എല്ലാവർക്കും? Yes, sir. പ്രശ്നമില്ല. Yes, sir. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A company produces 2 products A and B, each of which processing 2 machines. And the machines വേണം. The first machine can be used at most 60 at most. ഏത് സിമ്പിൾ യൂസ് ചെയ്യും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു? Less than or equal to. At most, less than or equal to. And second machine can be used at most. Product A requires 2 hours of on machine 1 and 1 hour on machine 2. The product B requires 1 hour on machine 1 and 2 hours on machine 2. Express the situation using linear inequality. Just linear inequality മാത്രം കൺസ്ട്രക്ട് ചെയ്താൽ മതി. നോർമലി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ ലീനിയർ ഇനീക്വാളിറ്റി എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഗ്രാഫ് പേപ്പറൊക്കെ വേണ്ടി വരും. ആക്ച്വലി ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നോർമൽ സെനാരിയോയിൽ അത്ര വലിയ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറില്ല. പക്ഷെ ഗ്രാഫ് നമുക്ക് ആ ഒരു ഫീസിബിൾ റീജിയനും ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ എന്ന് അറിയാനായിട്ട് ഗ്രാഫ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്തത്. ദെൻ ഇവിടെ എന്താണ് കൺസ്ട്രെയിന്റ്, എന്താണ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്താണ്? അറ്റ്മോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെഷീൻ അവേഴ്സ് അല്ലേ. സോ മെഷീൻ അവേഴ്സിനെ നമ്മൾ റോ ആയിട്ട് കീപ്പ് ചെയ്യാം. പ്രോഡക്റ്റ് എ ബി ഇത് എക്സും വൈ ലെറ്റ്. സോ മാക്സിമം മെഷീൻ 1 മാക്സിമം എത്രയായിരുന്നു? അറ്റ്മോസ്റ്റ് 60 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. മെഷീൻ 2 അറ്റ്മോസ്റ്റ് 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. സോ ഇനി പ്രോഡക്റ്റ് എ ഫസ്റ്റ് മെഷീൻ can be used. Okay, product A requires 2 hours in machine 1 and 1 hour in machine 2, and product B requires 1 hour in machine 1 and 2 hours in machine 2. 1 hour in machine 1 and 2 hours. So inequality engane varum? Inequality engane varum? 2x plus y less than or equal to 2x plus y. 2x plus y less than or equal to 60. രണ്ടാമത്തേതോ? x plus 2y less than or equal to 40. തീർന്നോ? നമുക്ക് എക്സിനും വൈക്കും നെഗറ്റീവ് വാല്യൂ വന്നിട്ട് മാത്തമാറ്റിക്കലി ഇത് ഈക്വൽ ആയി പോകാം. സോ നമ്പർ ഓഫ് യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. നോൺ നെഗറ്റീവ് കൺസ്റ്റന്റ് എന്ന് പറയും. ഇത് എഴുതിയില്ലെങ്കിൽ ആക്ച്വലി തെറ്റാണ്. എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഒന്നുകിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ 0. സോ ദാറ്റ് മീൻസ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാരണവശാലും എന്തിൽ താഴെ ആകില്ല? 0യിൽ താഴെ. ഒന്നുകിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം. പ്രോഫിറ്റ് മോട്ടീവായിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ മറ്റേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാതെ കംപ്ലീറ്റ് എന്ത് ചെയ്യാം? വേറൊരു പ്രോഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ എന്താണ് സെനാരിയോ? എന്താണ്? രണ്ടും എന്തായിരിക്കണം? 0യോ അതിൽ കൂടുതലോ ആയിരിക്കണം. നോൺ നെഗറ്റീവ് കൺസ്റ്റന്റ് എന്ന് പറയും. ഇത് എഴുതിയില്ലെങ്കിൽ ആക്ച്വലി തെറ്റാണ്. സോ മാത്തമാറ്റിക്കലി ആണ്. ഇവിടെ ഇതിന് രണ്ടിനും മൈനസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ലെസ് ദാൻ 60 കിട്ടും ആൻസർ അല്ലേ?
മാത്തമാറ്റിക്കലി ശരിയാവുന്നുണ്ട് ഇൻഇക്വാളിറ്റി. പക്ഷെ അതുകൊണ്ട് ശ്രദ്ധിക്കണം, x, y greater than or equal to 0. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഒരിക്കലും 0 താഴെ ആകില്ല. ഒന്നെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക, അതുകൊണ്ട് വേണമെങ്കിൽ 0 ആകാം. ക്ലിയർ? Yes, sir. ക്ലിയർ ആണ് എല്ലാവർക്കും? Yes, sir. Next question. ഇതിന്റെ ആൻസർ എന്ന് പറയാം, ഇതും ഇൻഇക്വാളിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്താൽ മാത്രം മതി. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ഒന്ന് പറയാ. A company produces two types of fertilizers called grade 1 and grade 2. Each of these type is processed through two chemical plant. Plant A has maximum 120 hours and plant B has maximum 180 hours in a week. Manufacturing one bag of grade A requires 6 hours in plant A and 4 hours in plant B. Manufacturing one bag of grade 2 requires 3 hours in plant A and 10 hours in plant B. Express the situation using linear inequalities. ഒന്ന് ട്രൈ ചെയ്ത ആൻസർ പറയാം. നമുക്ക് കൊടുക്കാം, നമ്പർ ഓഫ് ബാഗ്സ് ഓഫ് grade 1 is equal to x. Number of bags of grade 2 equal to y. So നമ്മുടെ കൺസ്ട്രെയിന്റ് എപ്പോഴും എന്താണ്, രണ്ട് പ്ലാന്റിലൂടെ പ്ലാന്റ് എ ബി അല്ലെ, പ്ലാന്റ് എ പ്ലാന്റ് ബിയിലൂടെ മാക്സിമം നമ്പർ ആ പ്ലാന്റിന്റെ ടൈം ആണ് നമ്മുടെ കൺസ്ട്രെയിന്റ്. ഓക്കെ, സോ പ്ലാന്റ് എ പ്ലാന്റ് ബി grade 1 grade 2 ഇത് എക്സ് ഇത് വൈ. സോ മാക്സിമം പ്ലാന്റ് 1ന്റെ മാക്സിമം അവേഴ്സ് എത്രയാണ്, 120. സോ ഒന്നുകിൽ 120 വരെ ആകാം, അല്ലെങ്കിൽ അതിൽ കുറവാകാം. ഇതിന്റെ 180. So grade 1, one bag of grade 1 requires 6 hours in plant A and 4 hours in plant B. അതേപോലെ grade 2 ആണെങ്കിൽ 3 hours in plant A and 10 hours in plant B. So എന്ത് വരും inequality? Inequality. വരും 6 plus 3y less than equal to 120. 6x plus 3y less than or equal to 120. Second one, 4x plus 10y less than or equal to 180. തീർന്നോ? എന്തുകൂടെ വേണം? നോൺ നെഗറ്റീവ് കൺസ്ട്രെയിന്റ് എന്ന് പറയും, വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രെയിന്റ്. എക്സ് കോമ വൈ നമുക്ക് ചോയ്സിൽ പോലെ ചിലപ്പം ചോയ്സ് എ 6x plus 3y less than or equal to 20 and 4x plus 10y less than or equal to 20 180 ആയിരിക്കും. then ചോയ്സ് ബി ഒ സി ആയിരിക്കും. ഇത് രണ്ടും അത് കൂടാതെ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ ഈസ് എക്സ് കോമ വൈ. സോ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിന്റും കൂടെ ചേർന്നാലാണ് നമ്മുടെ ഇൻഇക്വാളിറ്റി പൂർണ്ണമാകുന്നത്. പ്രൊഡക്ഷന്റെ ഒക്കെ കേസ് ആണെങ്കിൽ ഒരു കാരണവശാലും 0 താഴെ വരത്തില്ല. അതുകൊണ്ട് ഇത് എഴുതിയില്ലെങ്കിൽ ആക്ച്വലി ഇൻഇക്വാളിറ്റി റോങ് ആണ്. എക്സിനും വൈനും എടുക്കാവുന്ന വാല്യൂ, ഏറ്റവും ലീസ്റ്റ് എടുക്കാവുന്ന വാല്യൂ പറഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. Next question, very important. Question ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. A company produces two grades of plywoods, grade A and grade B, using two machines M1 and M2. In 1 hour of operation, M1 produces 2 units of grade A and 1 unit of grade B, while M2 in 1 hour of operation produces 3 units of grade A and 4 units of grade B. The machines are required to meet a production schedule of at least 14 units. At least. Either you see. Greater than or equal to. So at least. So the at least use greater than. Inequality ഒന്ന് ശ്രദ്ധിച്ച് കാണാം കേട്ടോ. കൺസ്ട്രക്ട് ചെയ്യാൻ ഈ ക്വസ്റ്റിനകത്ത് ഇൻഇക്വാലിറ്റി ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ആൻസർ ഒന്ന് പറയാം.
Sir, in machines, X and Y variable. അതാണ് ചോദിച്ചത്. ഇതിനകത്ത് നമ്മുടെ കൺസ്റ്റന്റ് ഇവിടെ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെ. സോ അറ്റ്ലീസ്റ്റ് യൂണിറ്റ്സ് ഗ്രേഡ് നമ്മളെ പ്ലൈവുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ എന്താണ് 1 hour ഓഫ് മെഷീൻ പ്രൊഡ്യൂസേഴ്സ്. സോ ഒരു അവർ മെഷീനിൽ ഒരു അവർ വർക്ക് ചെയ്താൽ ഇത്ര പ്രൊഡ്യൂസ്. ദാറ്റ് മീൻസ് നമുക്ക് അറിയേണ്ടത് എന്താണ്? നമ്പർ ഓഫ് അവേഴ്സ് റിക്വയർഡ് ഇൻ മെഷീൻ 1ഉം മെഷീൻ 2. നേരത്തെ പോലെ തിരിച്ചെടുക്കരുത്. ഇവിടെ കൺസ്ട്രെയിന്റ് ആയിട്ട് വരുന്ന എന്താണ്? നമ്പർ ഓഫ് ഔട്ട്പുട്ട് ആണ്. സോ നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? മെഷീൻ 1ഉം മെഷീൻ 2ഉം എത്ര അവർ വർക്ക് ചെയ്യിക്കണം. സോ എങ്ങനെ കൊടുക്കാം? നമ്പർ ഓഫ് അവേഴ്സ് റിക്വയർഡ് ഇൻ മെഷീൻ 1 equal to x, let number of hours required in machine 2 y എന്ന് കൊടുക്കാം. ഓക്കെ. സോ നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രെയിന്റ് എന്തെടുക്കാം? ടോട്ടൽ യൂണിറ്റ്സ് ആണ് അല്ലെ. സോ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് പ്ലൈവുഡ് ഓഫ് ഗ്രേഡ് എ, ഗ്രേഡ് ബി, മെഷീൻ 1, മെഷീൻ 2. അവേഴ്സ് ആണ് എക്സ് വൈ. ഉണ്ടോ? 1 മണിക്കൂർ 1 hour of machine 1 produces 2 units of grade A and 1 unit of grade B. Then 1 hour of machine 2 produces 1 unit of 3 units of grade A and 4 units of grade B. നമുക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യേണ്ട എത്രയാണ്? പ്രോഡക്റ്റ് എ. സോ അറ്റ്ലീസ്റ്റ് ആണ് പറഞ്ഞത് അല്ലെ. സോ മിനിമം നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം? 14 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. ക്ലിയർ ആയോ? Yes, sir. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അമൃത, ശിവശങ്കർ, ക്ലിയർ അല്ലേ? നമ്മൾ നോർമലി നിങ്ങൾ നേരത്തെ പോലെ ചിന്തിച്ചാൽ നേരെ തിരിച്ചു വരും. 2x plus y greater than equal to 4 and 3x plus 4y greater than equal to 12. റോങ് ആണത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മുടെ കൺസ്ട്രെയിന്റ് റെസ്ട്രിക്ഷൻ എന്താണോ അല്ലെങ്കിൽ കണ്ടീഷൻ എന്താണോ പറഞ്ഞിരിക്കുക അതിനെ റോ ആയിട്ട് കീപ്പ് ചെയ്യുക. അത് എവിടെയും റൂൾ ആയിട്ട് പറഞ്ഞിരിക്കില്ല. നമുക്കൊരു സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടാൻ വേണ്ടി എപ്പോഴും നോക്കണ്ടേ. ഇങ്ങനെ റോ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇനീക്വാളിറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ ഒറ്റയടിക്ക് നമുക്ക് എളുപ്പം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോർമാറ്റിൽ കീപ്പ് ചെയ്യാൻ പറയുന്നത്. അതൊരിക്കലും ഒരു റൂളോ ഒന്നുമല്ല. കോളോ ആയിട്ടാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ എപ്പോഴും ഒരു കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? റോ ആയിട്ട് കൊടുക്കുക. ദെൻ എക്സ് വൈ കോളം ആയിട്ട് കൊടുക്കുക. സോ എന്ത് വരും? ഇൻഇക്വാളിറ്റി എന്ത് വരും? ഇൻഇക്വാളിറ്റീസ് ഏതൊക്കെ വരും? ഫസ്റ്റ് വൺ എന്താണ്? 2x plus 3y greater than or equal to 14, then x plus 4y greater than or equal to 12, then very important condition, x comma y greater than or equal to 0. നമ്മൾ നേരെ തിരിച്ചെഴുതിയാൽ 2x plus y less than greater than or equal to 14, 3x plus 4y greater than or equal to 12 എന്ന് വരും. കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചില്ല എങ്കിൽ. ക്ലിയർ അല്ലേ? Yes, sir. ഒന്ന് മാർക്ക് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻ നോർമലി എല്ലാവരും വരുന്ന ഒരു തെറ്റാണത്. എപ്പോഴും കാണുന്ന പോലെ ആ പ്രോഡക്റ്റ് മാത്രം എക്സ് വൈ ആയിട്ട് എടുക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്താണോ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായത് വെച്ചിട്ട് ഇൻഇക്വാളിറ്റി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണോ നമുക്ക് ആ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ എക്സും വൈയും അല്ലെങ്കിൽ യൂണിറ്റ്സ് കണ്ടുപിടിക്കേണ്ടത് അതിന് എക്സും വൈയും കൊടുക്കുക. കൺസ്ട്രെയിന്റ് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണ്ടീഷൻ തന്നിരിക്കുന്ന കോളം ആയിട്ടും കൊടുക്കുക. സോറി, റോ ആയിട്ടും കൊടുക്കുക. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇൻഇക്വാളിറ്റീസിന്റെ എല്ലാം ഗ്രാഫ് L1, L2, L3, L4. സോ താഴെ L1, L2, L3, L4 എന്നുണ്ട്. അതിന്റെയൊക്കെ ഗ്രാഫ് വന്നിട്ടുണ്ട്. അതിന്റെ കോമൺ റീജിയൻ തന്നിട്ടുണ്ട്. സോ ഇതില് ഏത് ഇൻഇക്വാളിറ്റീസ് ആണ് ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ കോമൺ റീജിയൻ അല്ലെങ്കിൽ ഈ ബൗണ്ടഡ് റീജിയൻ വരുന്ന രീതിയിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് പറയാം. എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ? ഫസ്റ്റ് L1 എടുക്കുക. L1 എടുക്കുക. എന്താണ് L1 നോക്കുക? 5x plus 3y
equal to 30. So അതിന്റെ upper portion ആണോ lower portion ആണോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? upper portion. So inequality എങ്ങനെ വരും? Greater than or equal to 5x plus 3y greater than or equal to 30. Clear അല്ലേ? Then L2 എടുക്കാം. L2 എന്താണ്? x plus y equal to 9. Okay. L2 ന്റെ upper portion ആണോ lower portion ആണോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? lower portion. So എന്ത് വരും? Inequality less than or equal to 9. Then next one, y equal to x by 3, L3. Y equal to x by 3. So അതിന്റെ ഏത് പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? L3 യുടെ അപ്പർ പോർഷൻ ആണോ ലോവർ പോർഷൻ ആണോ? L3 യുടെ L3 യുടെ അപ്പർ പോർഷൻ ആണോ ലോവർ പോർഷൻ ആണോ? Upper portion. So y greater than or equal to x by 3. Then L4 ന്റെ upper portion ആണോ lower portion ആണോ? Lower portion. So y less than or equal to x by 2. Then ഇത് ഏത് ക്വാഡ്രന്റിലാണ് മൊത്തം കിടക്കുന്നത്? First quadrant. So that means x comma y greater than or equal to 0. So ഏത് ചോയ്സ് വരും? x plus y greater than or equal to 30, x plus y less than or equal to 9, y greater than or equal to x by 3, y less than x by 2, x comma y greater than or equal to 0. That means choice B. Choice B ആണ് accurate answer. Clear ആയിട്ട് ഇതിനു വേണ്ടിയാണ് നമ്മൾ ആ ഗ്രാഫ് കറക്റ്റ് ആയിട്ട് അപ്പർ പോർഷൻ ലോവർ പോർഷൻ ഗ്രേറ്റർ ദാൻ വരുവോ ലെസ് ദാൻ വരുവോ then non-negative constraint. Clear this question. Second question. Okay, ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ഒരൊറ്റ ക്വസ്റ്റ്യൻ ചാപ്റ്ററിന് ചോദിക്കുള്ളൂ. പക്ഷെ അത്രത്തോളം ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അത്രയും വെയിറ്റേജ് പറയാറുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിന്. Then next question, very important question. Absolute value ഒന്നിന്റെ അടുത്താണ് ചോദിക്കുന്നത്. അതിലൊരു ടൈപ്പ് ഒരെണ്ണം ഇവിടെയാണ് ഇൻഇക്വാലിറ്റി. x plus absolute modulus of x plus 1 by 4 greater than 7 by 4. x plus 1 by 4 x plus 1 by 4 greater than modulus of x plus 1 by 4 greater than 7 by 4. ശ്രദ്ധിക്കുക, മോഡുലസ് മീൻസ് അബ്സല്യൂട്ട് വാല്യൂ മീൻസ് എന്താണ്? അകത്ത് വരുന്ന ക്വാണ്ടിറ്റി എന്താണെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും അല്ലെ? വെൻ നമുക്ക് പറയാം എക്സ് പ്ലസ് 1 by 4 എക്സ് പ്ലസ് 1 by 4 ലെസ് ദാൻ 0. ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി, സോറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുക്കുക ആദ്യം. ഇത് സീറോയോ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്താണ്? ഒന്നും ചെയ്യാനില്ല അല്ലെ? മോഡുലസിനകത്ത് പോസിറ്റീവ് വാല്യൂ ആണ് പറയുന്നത് ആസ് ഇറ്റ് ഈസ്. ദാറ്റ് ഇംപ്ലൈസ് എക്സ് പ്ലസ് 1 by 4 greater than 7 by 4. That implies x greater than 7 by 4 minus 1 by 4. That implies x greater than 6 by 4. That implies x at വരും x greater than 3 by 2. Correct അല്ലേ? x greater than 3 by 2. Okay ആണോ? Yes. Then പിന്നെ നമുക്ക് എന്ത് സംഭവിക്കാം? ഇത് മൈനസ് ആണെങ്കിൽ അതായത് എക്സ് പ്ലസ് 1 by 4 എന്ന് നമുക്ക് മൈനസ് ക്വാണ്ടിറ്റി ആണ് കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്താലായിരിക്കും ഈ മോഡുലസിന് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് പ്ലസ് ആകുന്നത്? ആ കിട്ടിയതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലെ? എക്സ് പ്ലസ് 1 by 4 ലെസ് ദാൻ 0 ആണെങ്കിൽ then നമുക്ക് എന്ത് പറയാം? മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 by 4 എന്ന് പറയാം ഗ്രേറ്റർ ദാൻ 7 by 4 അല്ലെ? സോ ഇത് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡുലസ് ഓഫ് സംതിങ് വരണമെങ്കിൽ എന്ത് വരണം? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 by 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 by 4. ഇവിടെ സീറോയോ അല്ലെ ഗ്രേറ്ററോ ആയതുകൊണ്ടാണ് നമുക്ക് എന്താണ് ആസിറ്റീസ് ഒന്നും ചെയ്യേണ്ടതല്ല, അത് തന്നെ ആയിരിക്കും പുറത്തേക്ക് എടുക്കുമ്പോഴും വരുന്നത്. ഇത്
എന്താണ് മൈനസ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താണ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് എന്താകത്തുള്ളൂ അബ്സല്യൂട്ട് വാല്യൂ പോസിറ്റീവ് ആകത്തുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ പോയിന്റ്? Yes, sir. So that implies -x അല്ലെങ്കിൽ ഇട്ടടിക്കാൻ ചെയ്യാം. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കാം മൈനസ് ഓഫ് സംതിങ് ഗ്രേറ്റർ ദാൻ മൈനസ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ എന്താവും ഇത് x+1/4. ഇവിടെ മൈനസ് ആകുമ്പോൾ നേരെ എന്ത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻഇക്വാലിറ്റി ആണെങ്കിൽ പ്രത്യേകത എന്താണ് റിവേഴ്സ് ഓപ്പോസിറ്റ് ആവും സൈൻ -7/4 എന്ത് ചെയ്തു മൾട്ടിപ്ലൈ. സോ രണ്ട് സൈഡ് നമ്മൾ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ രണ്ട് സൈഡ് മൾട്ടിപ്ലൈയിങ് both sides with -1. Okay. So -1 greater than -5 അല്ലേ -1 greater than -5. So രണ്ട് സൈഡിലും -1 മൾട്ടിപ്ലൈ എന്താവും 1 5 എന്ത് സംഭവിക്കും 1 less than 5 അല്ലേ. സോ എപ്പോഴും ശ്രദ്ധിച്ചോണം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഇൻഇക്വാലിറ്റിയിൽ എവിടെയെങ്കിലും നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കും സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും റിവേഴ്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? Yes, sir. So x+1/4 less than -7/4. That implies x less than -7/4 -1/4. That implies x less than -2. ഇത് വരും ആൻസർ. ചോയ്സിലെ ഏത് വരും? Second choice. Second choice. ഒന്നെങ്കിൽ x less than -2 or x greater than 3/2. X greater than 3/2. Clear? There will another question. Question answer on here. There will only absolute modulus of 3x minus 4 divided by 4. 3x minus 4 divided by 4. Modulus of 3x minus 4 divided by 4. 3x minus 4 divided by 4 less than or equal to 5/12. So ഇവിടെ എന്ത് സംഭവിക്കാം ഒന്നുകിൽ 3x minus 4 divided by 4 greater or equal to 0 ആണെങ്കിൽ no issues. That implies നമുക്ക് എന്ത് പറയാം 3x minus 4 divided by 4 less than or equal to 5 divided by 12. 5 divided by 12. So that implies നമുക്ക് എന്ത് പറയാം 3x minus 4 less than or equal to 5 കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ 5 divided by 3 ആവും. 4 12 ക്യാൻസൽ ചെയ്ത് നമ്മൾ 3 എന്ന് പറയും. That implies 3x less than or equal to 5/3 plus 4. That implies 3x less than or equal to 12. 17 divided by 3. 17 divided by 3. That implies x is equal to x at right marum. That implies x is equal to x less than or equal to 17 divided by 9. Okay. ഒന്നും ചെയ്തിട്ടില്ല 0യോ അതിൽ കൂടുതലോ ആണ് ആ മോഡുലസിനകത്ത് വരുന്ന വാല്യൂ എങ്കിൽ ഒന്നും ചെയ്യാനില്ല അത് തന്നെ. ഓക്കെ അല്ലേ? Yes, sir. വേറെ സിനാരിയോ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യും 3x minus 4 divided by 4 less than 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം മൈനസ് ഓഫ് 3x minus 4 divided by 4 ആയിരിക്കുന്നത് less than or equal to 5/12. So ഈ കേസിലും രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് വിത്ത് -1 നമുക്ക് എന്താവും ഇത് 3x minus 4 divided by 4 ആകും. ഇവിടെ എന്ത് സൈൻ റിവേഴ്സ് ആകും -5 divided by 12. That implies 3x minus 4 greater than or equal to -5 divided by 3. That implies 3x greater than or equal to -5/3 plus 4. That implies
LCM എടുക്കുന്ന 3x greater than equal to 12 minus 5. 7 by 3. That implies x is equal to 3. X is equal to 7 by x greater than or equal to x greater than or equal to 7 by 3. X greater than or equal to 7 by 3. So, this is the answer. X greater than or equal to 7 by 3 and less than or equal to 17 by 9. Choice B. X 7 by 9 नेकाटिलुम greater आना 7 by 3. And x less than 17 by 9. Okay. Yes. Video on the last question. Yes, sir. Sir, 7 by 9 അല്ലേ 17. 7 by 9 Cross multiply 9 then 7 divided by 9. So, 7 by 9. A car manufacturing company manufactures two types, A and B. Model A requires 150 man-hours for assembling, 50 man-hours for painting, and 10 man-hours for checking and testing. Model B requires 60 man-hours for assembling, 40 man-hours for painting, and 20 man-hours for checking and testing. There are available 30,000 man-hours of assembling, 13,000 man-hours for painting, and 5,000 man-hours for checking and testing. Express the above situation using linear inequalities. The company manufactures X unit of product A, type A model of car, and Y units of model B car. Okay, so question തന്നെ അതും തന്നിരിക്കുന്നു. So നോക്കാം question തന്നിരിക്കുന്നത് തന്നെ type A, B. അത് X ആയിട്ടും Y ആയിട്ടും എടുക്കാം. Then എന്തൊക്കെയായിരുന്നു assembling. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു assembling 150 assembling 150 painting checking and testing. So assembling in a product A and assembling in 150 hours, 50 hours and 10 hours for product B and 60 hours, 40 hours, 20 hours. Assembly department maximum hour constraint restriction less than or equal to 30,000, maximum 30,000. Less than or equal to 13,000, less than or equal to 5,000. So, inequality construct here, it will simplify the examples now. So, inequality construct 150x plus 60y less than or equal to 30,000. 50x plus 40y less than or equal to 13,000. 10x plus 20y less than or equal to 5,000. So first equation we simplify maximum simplify
5x plus 2y. 30 അല്ലേ 30 കൊണ്ട് നോക്കിയാൽ വരും 5x plus 2y less than or equal to 1000. Then second one എന്താണെങ്കിൽ 5x plus 4y less than or equal to 1300. And third one x plus 2y less than or equal to 500, comma x comma y greater than or equal to 0. Okay, your exam question. Then the question നമുക്ക് ചോദിക്കാവുന്ന exam. Clear the question? Constraint ഉള്ള നമ്മൾ റോയായിട്ട് കീപ്പ് ചെയ്തു എന്ത് എക്സും വൈ എടുക്കണമെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു. സോ എന്താണ് ആൻസർ എന്താണ് ചോയ്സ് സി അല്ലേ ചോയ്സ് സി. Clear ആണല്ലോ ക്വസ്റ്റ്യൻ എല്ലാവർക്കും? Yes, sir. Next question. So exam അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യലാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. Rules and regulations demand that the employer should employ not more than 5 experienced hands to one fresh one. And this fact is represented by taking experienced person as X and fresh person as Y. So താഴെ ഏതാണ് സ്യൂട്ട് ആണെന്ന് പറയാം. ഒരു ഫ്രഷ് വണ്ണിന് മാക്സിമം നോട്ട് മോർ ദാൻ 5 എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. സോ എക്സ് ബൈ വൈ. സോ വൈ 1 ആണെങ്കിൽ മാക്സിമം എത്രയാണ് കിട്ടുന്നത്? മാക്സിമം 5 ആണ്. അത് 4 ആകാം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? എക്സ് ബൈ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/1 അല്ലെങ്കിൽ 5. ദാറ്റ് ഇംപ്ലൈസ് y greater than or equal to x by 5 cross multiply. Right. Clear another? So maximum of 5 ആണ്. That means ഇത് 4 or 3 ആകോ. ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം? x by y എന്ന് പറയുന്ന അങ്ങേയറ്റം 5 വരത്തുള്ളൂ. y-ക്ക് 1 കൊടുത്താൽ y-ക്ക് 2 കൊടുത്താലും 10 വരും. That means എന്നാലും maximum 5/1 അല്ലെങ്കിൽ x by y equal to x by y less than or equal to 5 cross multiply ചെയ്യുമ്പോൾ y greater than x by 5. Okay. Clear another? Okay, next one. Shaded region represents. Shaded region represents. Shaded region represents. So, ഓരോ 3 equations ഉണ്ട്. 3x plus 2y equal to 24. അതിന്റെ ഏത് പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? Equal to 24. ഇതിന്റെ lower portion അല്ലേ? Less than or equal to 24. Then x plus y 16. ഇതിന്റെ ഏത് പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? Less than or equal to. Then x plus y, x plus 2y, x plus y 10. ഇതിന്റെ ഏത് പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ലോവർ പോർഷൻ. എന്തുകൂടെ ഇത് ഏത് ക്വാർട്ടറിലാണ് കിടക്കുന്ന? രണ്ടും പോസിറ്റീവ്. എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ 7. വരും ചോയ്സ് സി അല്ലേ? സി അല്ലേ?
Clear? That's exam question. Question. Okay, either portion where no answer less than or greater than good answer like the answer. Shaded portion represents. Shaded portion represents. Shaded region represent. Three x plus 5y less than or equal to 15. 5x plus 2y less than or equal to 10. X comma y greater than or equal to 0. Left. Choice edana? B. Choice B. Okay. Okay, next one. Shaded region represents. Question shaded region. ABCD ഏത് വരും നമ്മൾ So first x equal to 2 എടുത്താൽ x equal to 2 ന്റെ ഏത് സൈഡാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് x equal to 2 ന്റെ ലെഫ്റ്റ് സൈഡ് ആണ് റൈറ്റ് സൈഡ് ആണ് Right side. That means x greater than or equal to 2. Y equal to 1 ന്റെ ഏത് സൈഡ് ആണ് ലോവർ പോർഷൻ ആണോ അപ്പർ പോർഷൻ ആണോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് Okay. That means y greater than or equal to 1. Then x plus y equal to 5 ന്റെ ഏത് പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് Lower portion. lower portion less than. Then but already x ഉം y ഉം സ്ലൂവിനെക്കാട്ടിലും 1നെക്കാട്ടിലും കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊണ്ട് എന്താ എഴുതി വെക്കരുത് x, y ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് x greater than 2 obviously എന്താണ് x greater than 0 ആണ് x 0 ൽ മാത്രം ഗ്രേറ്റർ അല്ല x 2നെക്കാൾ കൂടുതലാണ് y also greater than 1 എന്നാൽ പിന്നെ x y greater than 0 എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ അവിടെ ക്ലിയർ സോ ഏതൊരു ഇക്വേഷൻ ഏതൊരു ചോയ്സ് B. ചോയ്സ് ബി choice B. Okay. Next one. Shaded region represents. X plus y യുടെ ഏത് പോർഷൻ ആണ് x plus y യുടെ അപ്പർ പോർഷൻ ആണോ ലോവർ പോർഷൻ ആണോ Upper portion. upper portion. Okay. So that means x plus y greater than 6. Then 2x minus y equal to 0. Two x minus y 0. So original opponent right side or left side. Right side. So greater than 0. So the choice is choice A. Okay. Yes. Next one, a tricky question. A greater than 0, B greater than B, and B less than 0. The are two. A greater than 0 that implies A positive, B less than 0 that implies B negative. So 1 by A positive value vacuum, 1 by B negative. So this is positive value always greater than negative. 1 by A greater than 1 by B.
Clear? Yes, sir. Direct theory question and story. The linear relationship between two variables and inequality. Ax plus by equal to c, a into by less than or equal to c, axy plus by less than or equal to c, ax plus bxy. So linear inequality ഏതായിരിക്കും സ്യൂട്ട് ആകുന്നില്ല? Ax plus by. ax plus by. ബാക്കിയെല്ലാം എന്താണ്? ax y രണ്ട് വേരിയബിൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ maximum highest power എന്ന് പറയുന്നത് 2 ആണ്. So linear inequality means highest power 1 ആയിട്ടുള്ള ഒരു inequality. ax plus by less than or equal to c. a, b, c are constant, x and y are variables. So x ഉം y ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആ പർട്ടിക്കുലർ ഇക്വേഷന്റെ പവർ എന്താവും? ഒന്നിൽ കൂടുതലാകും. സോ അത് ലീനിയർ ഇൻഇക്വാലിറ്റി ആകില്ല. സോ ലീനിയർ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ എന്താണ്? ax plus by less than or equal to c. Next question. Just solve ചെയ്യാനായിട്ടാണ്. സോൾവ് ചെയ്ത ആൻസർ പറയാം. Solve ചെയ്ത് പറയാം. 5 minus 2x divided by 3 less than or equal to x by 6 minus 5. So that implies 5 minus 2x divided by 3 less than or equal to RHS LCM എടുക്കുമ്പോഴത്തേക്കും x minus 30 divided by 6. That implies 5 minus 2x less than or equal to x minus 30 divided by 2. That implies cross multiply 2 into 5 minus 2x less than or equal to x minus 30. That implies 10 minus 4x less than or equal to x minus 30. That implies 10 plus 30 less than or equal to minus 4x separate 4x, 5x. That implies 5x greater than 40. That implies x greater than 40 divided by 5. X greater than 8. X greater than 8. Okay. So it's 8. ഒന്നും ചെയ്തിട്ടില്ല. ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്തു. എക്സാം ക്വസ്റ്റൻ ആണ്. അതാണ് പിന്നീട് ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യാം. ഓക്കെ, ചെയ്ത ആൻസർ പറയാം. On an average, experienced person does 7 units of work while a fresh one work 5 units of work daily, but the employer has to maintain an output of at least 35 units. Situation express linear inequality. At least എന്താണ്? ഗ്രേറ്റർ ആണോ ലെസ് ആണോ? ഏതാണ്? ഈക്വൽ ആണോ ലെസ് ദാൻ ഈക്വൽ ടു? Greater than or equal to. So average experienced person, let number of experienced persons equal to x കൊടുക്കുക. Number of fresh persons y കൊടുക്കുക. എങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി? എക്സ്പീരിയൻസ് വേണം 7 യൂണിറ്റ്സ് അല്ലേ? എക്സ് ആൾക്കാരപ്പോൾ 7x plus 5y നമുക്ക് എത്ര വേണം? അറ്റ്ലീസ്റ്റ് മിനിമം ഏറ്റവും കുറച്ച് 35. നമുക്ക് വേണ്ടത്രയാണ് അതിൽ കൂടുതൽ. 7x plus 5y greater than or equal to 35. 7x plus 5y greater than or equal to 35. Okay, next one. The solution space of inequality is 2x plus y less than or equal to 10 and x minus y less than or equal to 5. Includes
First one, the origin includes the point 43. Which one is correct? Only one, only two, both one and two, none of the above. Only one. So, here 2x plus y less than or equal to 10. In the question, you want to know x minus y less than or equal to 5. Question 1 and 2. So, we will add inequalities add plus y minus y get cancelled. 3y, 3x less than or equal to 15. X less than or equal to 5. So, x in the value, put value of x in 1. 2 into 5. 2 into 5 plus y less than or equal to 0. Therefore, 10 plus y less than or equal to 10. Y minus 10, y less than or equal to 0. Okay. No. Y 3 in the point varilla. X less than or equal to 5, 4 vara, but y and less than 0. Origin matra. X less than or equal to 0, origin vara. Y less than or equal to 0. Equal to 0. So, that's origin. So, answer A only. Clear? So, that's the question. Answer. On an average, experienced person 5 units of work and fresh person 3 units of work. But daily employer has to maintain output of at least. So, experienced person maximum, new fresh person y 5x plus 3y 30. Greater or less than? At least greater than or equal to 30. Every choice B. Okay. Yes, sir. Then next question. Find the range of real values of x satisfying the inequalities. X satisfying the inequalities. X satisfying the inequalities. Again, x minus 3, 3x minus 2 greater than 7, 4x minus 13 greater than 15. So, it's not an answer. Right. So, x greater than 7, first one satisfying, second one 14 minus 30 15 x greater than 7 vannal and inequality or satisfy x greater than 7. X greater than 7. Okay, question and question 18, 19 also solve the answer. 18 and 19. Same question. 18 answer. 18. B. 5x plus 3y. 5x plus 3y greater than or equal to 30. So it's B. 5x plus 3y greater than or equal to 30. Union forbids employer to employ that less than 2 experienced person next to each fresh person. So y less than or equal to x by 4. So the question of the less than maximum and the less than 2 experienced person to each fresh person y.
So y less than or equal to x by 2. Correct. Y less than or equal to correct. The solution of inequality 8x plus 6 less than 12x plus 14 is so 8x plus 6 less than 12x plus 14. 8x minus 12x less than 14 minus 6 minus 4x less than 8. So minus 1 to multiply 4x greater than minus 8. That means x greater than minus 8 divided by 4, x greater than minus 2. X greater than minus 2. Minus 2 to 2 ആണ്, 0 to minus 2 ആണ്, 2 to infinity ആണോ, minus 2 to infinity ആണ്. Minus 2 to infinity. Minus 2 to infinity. Okay. Okay. Next one. The graph of linear inequalities 7x plus 9y less than or equal to 63. So less than or equal to the portion portion. Then x plus y greater than 1. So upper portion. Then 0 less than x less than 6. So that means x in the x equal to 6 in the right side or left side. Left side. Left. Then 0 less than y less than 5. Y equal to 5 in the upper portion or lower portion. Okay. So common region in the room. Region. So this region okay. Choice represent here. A, B, T, F, H, K, A. So answer on the room. Common region A, B, T, F, H, K, A. Is your choice? D. Clearly. Yes, sir. This shade portion ആണ്, ഈ ഏരിയ ആണ് കോമൺ റീജിയൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആ ക്ലോസ്ഡ് ഏരിയ ആണ് നമ്മുടെ കോമൺ റീജിയൻ. ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണ്? ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണ്? ബൗണ്ടഡ് മീൻസ് നമ്മളൊരു സർക്കിളിൽ വരയ്ക്കരുത്. സോ ഇതൊരു ബൗണ്ടഡ് റീജിയൻ ആണ്. Next one. 22. The graph represents x plus 6 less than or equal to 6. X plus 6 less than or equal to 6. So, ഏത് ഏരിയ വരണം? ഇത് x plus 6 equal to 6 ആണ്. അതിന്റെ അപ്പർ ഏരിയ വരുമോ ലോവർ ഏരിയ? സോ ഒന്ന് ലോവർ ഏരിയ തന്നിരിക്കുന്നു, ഒന്ന് അപ്പർ ഏരിയ, ഒന്ന് ലൈൻ മാത്രം തന്നിരിക്കുന്നു. നൺ ഓഫ് ദീസ് ഏതായിരിക്കും വരുന്നത്? ഇവിടെ നമുക്ക് താഴോട്ട് ഒന്ന് ശ്രദ്ധിക്കണം. എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്നൊരു കൺസ്ട്രെയിന്റ് തന്നിട്ടില്ല. സോ അതുകൊണ്ട് എക്സ് പ്ലസ് 6 എന്ന് പറയുന്നതാണ് ഈ ലൈനിന്റെ അപ്പർ ഏരിയ വരും, ലോവർ ഏരിയ വരും. ലെസ് ദാൻ. സോ ചോയ്സ് ക്ലിയർ? Yes, sir. Next question. Border question.
the graph of linear inequalities x plus y. So again, x plus y greater than or equal to 5, then x plus y less than or equal to 5, x less than or equal to 4, y 0 less than or equal to y greater than or equal to 2. So the question, the common region of the inequalities will be. Two conditions, inequality x plus y equal to x plus y greater than or equal to 5, x plus y less than or equal to 5. This satisfy x plus y equal to 5 ആണെങ്കിൽ രണ്ട് inequality ഒരേപോലെ satisfy ചെയ്യത്തുള്ളൂ അല്ലേ? So that means inequality മാറി എന്താ equation means ഒരു പക്ക ലൈൻ ആയിരിക്കും. സോ നമുക്കിനി നോക്കണം, ഒരു ഏരിയയും കിട്ടില്ല, നമുക്ക് രണ്ടോ ഇനിയിപ്പം നോക്കിയാൽ രണ്ട് ചോയ്സ് ആണ്, ലൈൻ സെഗ്മെന്റ് ഡി സിയും ലൈൻ സെഗ്മെന്റ് ബി സിയും. ഇതിൽ ഏത് വരും എന്നായിരിക്കും ആൻസർ. ലൈൻ സെഗ്മെന്റ് ഡി സി വരുമോ ലൈൻ സെഗ്മെന്റ് ബി സി വരുമോ മാറ്റി നോക്കി പറയാം. സോ ലൈൻ സെഗ്മെന്റ് ഡി സി വരുമോ ബി സി വരുമോ? x less than 4, that means this area is left area. Then y greater than 2, line segment BC varanangil y less than 2 varanamaayirunnu alle. Line segment DC anengil endu varum x less than 4 varum y greater than 2 varum. So idana ee line segment aanu nammade feasible region. Line segment DC, because എന്തുകൊണ്ടാണ് ഈ രണ്ട് കൺസ്ട്രെയിന്റും കൂടെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് പറയാം, ഒറ്റ സാറ്റിസ്ഫൈ ചെയ്യില്ല. എക്സും വൈയും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ നമുക്ക് മനസ്സിലായി അതൊരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ മീൻസ് ഒരു ലൈൻ ആയിരിക്കും, ഒരു ഏരിയ ആയിരിക്കില്ല, ലൈൻ ആയിരിക്കും. ദെൻ ബി സി ആണോ ഡി സി ആണോ എന്നുള്ളതാണ്. ദെൻ വൈ ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് ഇതിന്റെ അപ്പർ പോർഷൻ വരുന്നത്, വൈ ലെസ് ദാൻ 2 ആയിരുന്നെങ്കിൽ ഡി സി വന്നേനെ. ഇവിടെ വൈ ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് ലൈൻ സെഗ്മെന്റ് ഡി സി. ക്ലിയർ ആണ്? ഇതിന്റെ ആൻസർ എന്ന് പറയാം. ചെയ്ത് വരച്ചു നോക്കിയാൽ മതി. ഫീസിബിൾ ആണോ ബൗണ്ടഡ് ആണോ ഇൻഫീസിബിൾ ആണോ, ഒന്നും ഗ്രേറ്ററോ ഒന്നും ലെസ്സോ ആണ്. വരച്ചു നോക്കാം നിങ്ങൾ ജസ്റ്റ് ഒരു ഗ്രാഫ് വരച്ചു നോക്കി ചെയ്ത് നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയാം എക്സ് പ്ലസ് വൈ 6. അതിന്റെ ഏത് ഏരിയ ആണ് വരുന്നത്? upper portion or lower portion? Lower portion, less than 2x minus y 2 അതിന്റെ ഏതാണ്? ലെഫ്റ്റ്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു y x, y greater than or equal to 0. ഏത് വരും? ഏത് ചോയ്സ് വരും? The common region of x plus y less than or equal to 6, x plus y greater than or equal to 3, x greater than or equal to 0, y greater than or equal to 0. So അതിന് x plus y less than, x plus y യുടെ താഴോട്ട് x y plus 3 യുടെ മുകളിലോട്ട്. സോ ഇതിന്റെ ഫസ്റ്റ് ക്വാർട്ടറിന് മാത്രമാണ് വരുന്നത്. ഇത് നോക്കിയാൽ എന്താണ് ഈ പറഞ്ഞ ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇവിടെ ഒന്നും ഏരിയ പറഞ്ഞിട്ടില്ല. നൺ ഓഫ് ദിസ്. സോ ഏത് വരും ചോയ്സ്? സോ എ ആണ് റൈറ്റ് ആൻസർ. ചോയ്സ് എ. The common region represent x1 plus 2x2 less than or equal to 5, then x1 plus x2 greater than or equal to 1, x1 greater than or equal to 0, y x2 greater than or equal to 0. That means obviously ഏത് ക്വാഡ്രന്റ് വരത്തുള്ളൂ? രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കാം. ഒരെണ്ണം ലെസ് ദാൻ, ഒരെണ്ണം ഗ്രേറ്റർ ദാൻ. x plus 1 greater than 1, 1 greater position. സോ മുകളിലോട്ടുള്ളത് ഇതിന്റെ താഴോട്ടുള്ളത് ചോയ്സ് എ. ചോയ്സ് എ. സോ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്, ഇവിടെ താഴോട്ടുള്ള പോർഷൻ വന്നിരിക്കുന്നു, ഇത് രണ്ട് പോർഷൻ വന്നിരിക്കുന്നു. ഇതൊന്ന് രണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്ത് സാറ്റിസ്ഫൈ ബിക്കോസ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമായിരിക്കണം. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം ക്വാഡ്രന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 രണ്ടും ഗ്രേറ്റർ ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൺലി. സോ ആൻസർ എ. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഇൻഇക്വാലിറ്റീസ്.
ഇത്ര ഉള്ളൂ ഇൻഇക്വാലിറ്റീസ്. ക്ലിയർ? Yes, sir. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നാളത്തെ സെഷൻ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലിയർ ആണല്ലോ അല്ലെ ഇൻഇക്വാലിറ്റീസ്? സോ ഇതേപോലെ ഒരു ക്വസ്റ്റൻ നമുക്ക് കിട്ടും, വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ എഴുതാവുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ എഴുതാവുന്ന ഒരേ ഒരു ക്വസ്റ്റൻ ആണ് ഇതിൽ ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ ഈ ചാപ്റ്റർ? സോ എന്നാൽ നമുക്കിത് രണ്ട് മെത്തേഡിലാണ് നമുക്ക് സോൾവ് ചെയ്യാവുന്നത്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ്, അതായത് 6x + y = 18 ഇട്ടിട്ട് എക്സിന് 0 കൊടുത്ത് ഒന്നില് ഇങ്ങനെ ഫസ്റ്റ് 6x + y = 18, then x y 0 കൊടുത്താൽ y 18, y ക്ക് 0 കൊടുത്താൽ x 3, then x + 4y = 12, x y x ന് 0 കൊടുത്താൽ y 3, y ക്ക് 0 കൊടുത്താൽ x 12, then 2x + y = 10, x y x ന് 0 കൊടുത്താൽ y 10, y ക്ക് 0 കൊടുത്താൽ x 5. സോ എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് സൈസ് ഇതൊക്കെ വെച്ചിട്ട് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് 1 സെന്റിമീറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഗ്രാഫിൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ഗ്രാഫിൽ അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യണം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് വാല്യൂസ് ഇട്ട് കൊടുത്താൽ, സോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 18, സോ കൊടുത്തു നോക്കി 18 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 18 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ y 18 വന്നാൽ ഉറപ്പായിട്ടും എന്താണ് 12-നെക്കാട്ടിലും 10-നെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. സോ ട്രയൽ ആൻഡ് എറർ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് എക്സാമിന് സ്റ്റെപ്പിന് മാർക്കില്ല, ഇതൊക്കെ ഏത് രീതിയിൽ സോൾവ് ചെയ്തെന്ന് അറിയണ്ട. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ 0 18 കൊടുത്താൽ 12 കൊടുത്തു നോക്കി, 12 കൊടുത്താൽ ഈ 3 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ലേ? 4 ഉം 2 കൊടുത്താലും 3 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. 8 + 2 10 വരുന്നുണ്ട്, നമുക്ക് 3 ഇക്വേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 7 6 കൊടുത്താൽ, സോ എങ്ങനെയാണെങ്കിലും എന്താണ് ഈ പറയുന്ന 3 ഇൻഇക്വാലിറ്റിയിലേക്കാട്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും എക്സിന് 7 ഉം വൈക്ക് 6 കൊടുത്താൽ. സോ നമുക്ക് ഏത് പറയാം ആൻസർ? ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചോയ്സ് ഏതാണ്? ചോയ്സ് എ. ഓക്കെ. സോ നമ്മുടെ ഗ്രാഫ് വരച്ച് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് റീജിയൻ കിട്ടും. റീജിയൻ കിട്ടിയിട്ട് ഇതിനകത്ത് പോയിന്റ് അടയാളപ്പെടുത്തിയാൽ 0 18 18 ഒരു പോയിന്റ്, then 12 0, സോ 12 വരെ വരും. 4 2 7 6 ഉം ഇൻ ബിറ്റ്വീൻ കറക്റ്റ് ആയിട്ട് ക്രോസ് ചെയ്യുന്ന കോമൺ റീജിയൻ ആയിട്ട് കിട്ടും ഗ്രാഫ് വരച്ചാൽ. അല്ലായെങ്കിൽ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ള 3 ഗ്രാഫ് വരച്ച് എക്സാമിൻ ചെയ്യാൻ നമുക്ക് നടക്കില്ല, നമ്മുടെ ടൈം കൺസ്ട്രെയിനിൽ നടക്കില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഈ 3 ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. എയിലുള്ള വാല്യൂസ് ഇട്ട് കൊടുത്താൽ 3 ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യും. ക്ലിയർ ആണ്? സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ല എല്ലാ പ്രശ്നം? സോ അടുത്ത ചാപ്റ്റർ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.